لله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. اللهم اجعل القرآن شفيعا لنا عندك يا أرحم الراحمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഞാൻ ഈ വർഷം 2 ദിവസം മുമ്പ് വിദേശത്തുനിന്ന് വന്നത് തന്നെ ക്ഷീണം കൂടിയതുകൊണ്ടാണ്. വിദേശത്ത് പോയാൽ 2:30 മണിൻ്റെ മുമ്പ് ഉറങ്ങാൻ തീരെ കഴിയൂല. ഈ റമദാനിന് 2:30 മണിൻ്റെ മുമ്പ് ഒറ്റ ദിവസവും ഉറങ്ങിയിട്ടില്ല. പിന്നെ 3:30 മണിക്ക് സുബഹി ആവുകയും ചെയ്യും. അപ്പോൾ ക്ഷീണം കൂടിയത് കൊണ്ട് ഞാൻ 2 ദിവസം മുൻകൂട്ടി പോകുന്നതാണ്. പക്ഷേ അല്ലാഹു തആല കണക്കാക്കുന്നത് എല്ലാം നമ്മൾ സ്വീകരിക്കുകയും അല്ലാഹുവിനോട് ഖൈറ് ചോദിക്കുകയുമല്ലാതെ നമുക്ക് മാർഗമില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് മർക്കസു സഖാഫത്തി സുന്നിയയിൽ മർക്കസിലേക്കുള്ള സംഭാവനകൾ സ്വീകരിക്കലും പ്രാർത്ഥനയും ദുആയും വഅളും പ്രസംഗവുമായിട്ട് 3 മണി വരെ തുടർന്നു പോയി. ഇപ്പോൾ ചെമ്മാട്ട് പോയി വഅളും പറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിരവധി ഘട്ടങ്ങളിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകും. രോഗിയായ മനുഷ്യന് രോഗം മാറുമ്പോൾ സന്തോഷമുണ്ടാകും. ദരിദ്രനായ വ്യക്തിക്ക് സമ്പത്ത് ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. വിവാഹം കഴിക്കാത്ത ആൾ വിവാഹിതനാകുമ്പോൾ സന്തോഷമുണ്ടാകും. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷിക്കും. വീട് നിർമ്മിച്ച് താമസിക്കുമ്പോൾ സന്തോഷമുണ്ടാകും. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ എമ്പാടും സംഭവങ്ങളിൽ സന്തോഷം ഉണ്ടാവുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 2 വിഷയത്തിലാണ് മനുഷ്യൻ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം സന്തോഷമുണ്ട്, ശരിയാണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ചു തന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കണം. രണ്ടാമത്തത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിലും സന്തോഷം പ്രകടിപ്പിക്കണം. ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങൾക്ക് ഉപദേശം നൽകുകയും നിങ്ങളെ ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാ ചീത്ത വിചാരങ്ങളും വിശ്വാസങ്ങളും ദുർമോഹങ്ങളും അതിൽ നിന്നെല്ലാം, ആ രോഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ശിഫ നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നു. നോക്ക്, ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങളെ ഉപദേശിച്ച് നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, നിങ്ങൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും ശിഫ നൽകുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നു. ഖുർആൻ ശിഫയാണ് എന്ന് വേറെയും ധാരാളം ആയത്തുകളിൽ ഉണ്ട്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَنُنَزِّلُ مَا هُوَ شِفَاءٌ, ശിഫയായ ഒരു വസ്തു നിങ്ങൾക്ക് നാം ഇറക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാഹ്യമായ രോഗത്തിൽ നിന്നും ആന്തരീയമായ രോഗത്തിൽ നിന്നും ശാരീരികമായ രോഗത്തിൽ നിന്നും ആത്മീയമായ രോഗത്തിൽ നിന്നും എല്ലാ രോഗത്തിൽ നിന്നും ശിഫ നൽകാനുള്ള ഒരു വസ്തു നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു. അതെന്താണ്? മിനൽ ഖുർആൻ, ഖുർആനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ മുഴുവനുമാകുന്നു. വനുനസ്സിലു മാ ഹുവ ശിഫാഉൻ മിനൽ ഖുർആൻ അല്ലദീ ഹുവൽ ഖുർആൻ എന്നാണ് അതിന്റെ അർത്ഥം. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉ, ആന്തരികവും ബാഹ്യവുമായ എല്ലാ രോഗത്തെ തൊട്ടും ശിഫ നൽകുന്ന, നിങ്ങളെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, നിങ്ങൾക്ക് ഉപദേശം ചെയ്തു തരുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതരിച്ചിരിക്കുന്നു. കണ്ടോ, ഒന്ന്. എന്നാൽ ഖുർആൻ ഇങ്ങോട്ട് അവതരിച്ച് അത് അറബിയിലുള്ള ഖുർആനാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അറബി ഭാഷ പഠിച്ച ഒരു പ്രൊഫസർ നിഘണ്ടു വെച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ഖുർആൻ. ആ ഖുർആനിന്റെ അർത്ഥവും അതിന്റെ ഗഹനമായ ഉദ്ദേശങ്ങളും ഖുർആനിന്റെ ആഴമേറിയ തത്വങ്ങളും ബഹ്റും പോലെ കിടക്കുന്ന അതിവിശാലമായതാണ്. അല്ലാഹുവിന്റെ കലിമാത്ത്, അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ കലിമാത്ത് തങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലൗ കാനൽ ബഹ്റു മിദാദൻ, കടലിലുള്ള വെള്ളം മുഴുവനും മഷി ആയാൽ, എന്തിനു വേണ്ടി? കലിമാത്ത് റബ്ബി,
എന്റെ റബ്ബിന്റെ കലിമാത്തുകളെ എഴുതുന്നതിന്, ആ കലിമാത്തുകളുടെ തത്വങ്ങളും അർത്ഥങ്ങളും എഴുതുന്നതിന് കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി ഉപയോഗിച്ചാൽ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഈ കടലിലെ വെള്ളം അല്ല, വേറെയും കടലിലെ വെള്ളം കൊണ്ടുവന്നാലും ആ വെള്ളം കൊണ്ട് എഴുതിയാലും അല്ലാഹുവിന്റെ കലിമാത്തുകളും ആ കലിമാത്തുകളുടെ അർത്ഥങ്ങളും വ്യാപകമായ ഗഹനമായ തത്വങ്ങളും എഴുതിത്തീരുന്നതിന്റെ മുമ്പ് കടലിലെ വെള്ളം വറ്റിപ്പോകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്ത് ലുഖ്മാനിൽ വേറെ ഒരായത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന് നിലവിലുള്ള കടലിനെ പോലെ 7 കടൽ കൊണ്ടുവന്നിട്ട് ആ കടലിലുള്ള വെള്ളം മുഴുവനും മഷിയാക്കി ഇന്ന് ഭൂലോകത്തുള്ള മുഴുവൻ മരങ്ങളും ചെടികളും കലമുകളായി പേനകളായി ഉപയോഗിച്ചു അതുകൊണ്ട് എഴുതിയാലും അല്ലാഹുവിന്റെ കലിമാത്തുകൾ അവസാനിക്കുകയില്ല. അല്ലാഹുവിന്റെ കലിമാത്തുകളുടെ ഗഹനവും വിശാലവുമായ അർത്ഥങ്ങളും അവസാനിക്കുകയില്ല. അത്രയും വിശാലമായതാണ് പടച്ചറബിന്റെ കലാമായ ഖുർആൻ. ആ ഖുർആനും അല്ലാഹുവിന്റെ മറ്റു കലിമാത്തുകളും എന്നതുകൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു സാധാരണക്കാരൻ ഖുർആൻ മനസ്സിലാക്കി ഭാഷാ പാണ്ഡിത്യം കൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റിയ ഒന്നല്ല. അതിന്റെ വിശാലമായ അർത്ഥങ്ങളും അതിന്റെ ഗഹനമായ ശക്തിയും ധാരാളമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ നിങ്ങൾക്കറിയാമല്ലോ, സിഹാഹുസ്സുത്തയുടെ മുസന്നിഫീങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരായ മുഹദ്ദിസുകൾ 5 ലക്ഷം 6 ലക്ഷം 8 ലക്ഷം എല്ലാം ഹദീസുകൾ മനഃപ്പാടമുള്ളവരും അതിന്റെ അർത്ഥങ്ങൾ അറിയുന്നവരും അതിന്റെ വ്യാഖ്യാനങ്ങൾ അറിയുന്നവരും ഈ ഹദീസുകൾ മുഴുവനും പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണല്ലോ. അങ്ങനെ ഖുർആനിന്റെ വ്യാഖ്യാനമായ അതിന്റെ വിശദീകരണമായ 6 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഏറ്റവും വലിയ ബുദ്ധിമാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം എത്രയോ വലിയ വലിയ മുഹദ്ദിസുകൾ അതാ ദീനിയായ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മുഖല്ലിദുകളാണ് കേട്ടോ. ഇമാം ബുഖാരി ശാഫിഈ മദ്ഹബുകാരനാണ്. എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? അത് ഖുർആനിൽ പറഞ്ഞത് ഷാഫി ഇമാമിനെ ധരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ അത് കേട്ടു ഇറക്കാണെന്ന് ആര് പറയുന്നത്? ഇമാം ബുഖാരി പറയുന്നത്. ഇമാം ബുഖാരി 6 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഇമാം ബുഖാരി മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ നിരവധി വ്യാഖ്യാനങ്ങൾ ഈ ഹദീസുകളിലൂടെയും അല്ലാതെയും പഠിച്ചിട്ടുള്ള ഇമാം ബുഖാരി, അദ്ദേഹം ഒരു മുജ്തഹിദാണ് എന്ന് പറയാൻ സന്നദ്ധനായില്ല. എനിക്ക് കഴിവില്ല, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ദീനിന്റെ വിധി ഖണ്ഡിതമായി പറയാൻ അവകാശമുള്ള ആൾ ശാഫിഈ ഇമാമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളാണ്. അതുകൊണ്ട് ഞാൻ ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി പറഞ്ഞത്. 8 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഇമാം ബൈഹഖി തങ്ങൾ ശാഫിഈ മദ്ഹബുകാരനാണ്. എന്താണ് ശാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? വുളു എടുക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത് എങ്ങനെ, സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെ, ഈ വിഷയം ഖുർആനിൽ പറഞ്ഞതിന്റെ തത്വം എന്താണെന്ന് വ്യക്തമായി പഠിക്കാൻ മാത്രം കഴിവ് ഞങ്ങൾക്കില്ല.
ഞങ്ങളെക്കാൾ അതിന് കഴിവുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായ മുജ്തഹിദുകളായ പണ്ഡിതരുണ്ട്. ആ പണ്ഡിതർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ഈ വലിയ വലിയ മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി മൗലവി തന്ന് നിഘണ്ടു എടുത്ത് മറിച്ച് ഖുർആനിന് അർത്ഥം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഉപദേശവും നിങ്ങൾക്ക് നിർദ്ദേശവുമെല്ലാം നൽകുന്ന, നിങ്ങൾക്ക് ശിഫയാകുന്ന ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ, ആ ഖുർആൻ പഠിപ്പിച്ച് അതിന്റെ തത്വങ്ങളെ ശരിക്ക് പഠിപ്പിച്ച് നിങ്ങളെ ഹിദായത്ത് കാണിച്ചു തരാനും ഹിദായത്തിലേക്ക് ചേർക്കാനും ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താനും അർഹതയുള്ള ഐനുൽ ഹുദയായ ഐനുർ റഹ്മത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവിടെ വന്നിരിക്കുന്നു. എന്റെ ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം, ഖുർആനും ആ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. നേരത്തെ ഷാഫി സഖാഫി പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേൾപ്പിച്ചുവല്ലോ, നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതല്ല, ചോദിക്കാതെ കിട്ടിയതാണ് നമ്മളിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല. അല്ലാഹു പറയുന്നു, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ആണ് പരിശുദ്ധ ഖുർആൻ. അതേ പ്രകാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടത്തേക്ക് അയച്ചതും അല്ലാഹുവിന്റെ അനുഗ്രഹം ആണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ കൽപ്പന, ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലോ, അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിത്തന്നതിന്റെ പേരിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചു തന്നതിന്റെ പേരിലും ഫൽയഫ്റഹൂ, ജനങ്ങൾ സന്തോഷിക്കൽ വാജിബാകുന്നു, ജനങ്ങൾ സന്തോഷിക്കൽ ഫർളാകുന്നു, ജനങ്ങൾ സന്തോഷിക്കൽ നിർബന്ധമാകുന്നു. എന്നിട്ട് അല്ലാഹു അതുകൊണ്ട് നിർത്തുന്നില്ല, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ സന്തോഷപ്രകടനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സദസ്സുകളും ഖുർആനിന് വേണ്ടി സന്തോഷം പ്രകടിപ്പിക്കലും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സന്തോഷം പ്രകടിപ്പിക്കലും അതിനുവേണ്ടി സമ്മേളിക്കലും ഖൈറും മിമ്മാ യജ്മഊൻ, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ വസ്തുക്കളെക്കാളും ഖൈറാണ് കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ മിൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തിൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലൈസ ബിഖാലിഖിൻ വലാ മഖ്ലൂഖ്. അല്ലാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയ അല്ല, സൃഷ്ടാവുമല്ല, സൃഷ്ടിയുമല്ല, സൃഷ്ടാവുമല്ല. അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഖതം ചെയ്തുകൊണ്ട് നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു. അതിൽ ആഹ്ലാദം കൊണ്ട്, അതിൽ സന്തോഷിച്ച് നമ്മൾ എവിടെ ഒരുമിച്ച് കൂടുന്നു. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ സാധുക്കളായ നമുക്ക് ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് പലപ്പോഴും പ്രാർത്ഥിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന, ഖുർആനിനെ ഞങ്ങൾ ഹൃദയത്തിന്റെ ചൈതന്യമാക്കണം അല്ലാഹ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ശഫീഅൻ ലനാ ഇൻദക, നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നതാക്കണം ഖുർആൻ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ ചൈതന്യമാവണം. ഖുർആൻ നമുക്ക് പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യുന്നതാവണം. അതിന് നാം ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആനെ ബഹുമാനിക്കണം, ഖുർആനെ പ്രചരിപ്പിക്കണം, ഖുർആനെ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ അതിന്റെ മഹത്വം എത്ര കാലം പറഞ്ഞാലും മതിയാവൂല, തീരൂല. ലിക്കുല്ലി ഹർഫിൻ അശ്റു ഹസന, ഒരു ഹർഫിന് 10 ഗുണമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. ബൽ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്. അപ്പോ ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 9 ഹർഫ് ഓതിക്കഴിഞ്ഞു. ആ ലിഫ് 3 ഹർഫ് ഓതി, അവിടെ ലാമ് അവിടെ 3 ഹർഫായി, മീമ് അവിടെ 3 ഹർഫായി. അങ്ങനെ അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ 9 ഹർഫ് അവൻ ഉച്ചരിച്ചു. ഒരു ഹർഫിന് 10 ഹസനത്ത്, 10 ഗുണം. അത് സാധാരണ ഒരു മനുഷ്യൻ റോട്ടിലൂടെ പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ ഒന്നുമില്ലാതെ ഓതുന്നതിന്റെ പ്രതിഫലമാണ് അപ്പറഞ്ഞത്. ഇനി ഒന്നെടുത്തുകൊണ്ട് ഓതിയാൽ അതിലും വർദ്ധിച്ചു. മുസ്ഹഫിൽ നോക്കി ഓതുമ്പോൾ അതിലും വർദ്ധിച്ചു. ഖിബിലക്ക് തിരിഞ്ഞിരുന്നോതുമ്പോൾ അതിലും വർദ്ധിച്ചു. പള്ളിയിൽ പോയിരുന്നോതിയാൽ അതിലും വർദ്ധിച്ചു. പരിശുദ്ധ റമളാനിൽ ഓതിയാൽ 70,000 വരെ പ്രതിഫലം വർദ്ധിച്ചു. ആ പരിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് ഓതുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലായികത്ത് അതാ ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ഈ അമൽ സ്വീകരിക്കാൻ വേണ്ടി അതാ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നു. എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, ഹദീസുകളുണ്ട്. സഹാബികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആകാശത്തിൽ നിന്ന് വരുന്ന മലായികത്തിന്റെ വരവും ആ മലായികത്തിന്റെ സ്വീകരണവും കണ്ട് അവർ അതിൽ അത്ഭുതപ്പെട്ട് ഖുർആനോത്ത് നിർത്തി അത് ചെന്ന് നോക്കുകയാണ്. എന്താണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്, എന്താണ് മലായികത്ത് ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ ഈ ഖുർആനോത്ത് നിർത്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കാണാനില്ല. ഇനിയും വന്ന് ഖുർആൻ ഓതുമ്പോൾ പിന്നെയും വരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവർ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ വരുന്ന മലായികത്ത് ആണ് ആ കൂട്ടം. അവരുടെ വരവാണ് നിങ്ങൾ ആ കേട്ടിട്ടുള്ളത്, നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ധാരാളം പ്രതിഫലം ഉണ്ട്. മലായികത്ത് അതിന് സാക്ഷിയാകുന്നു. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, രാവിലെ സമയത്ത് ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ ഓതുന്നതിൽ പ്രത്യേകിച്ചും ഫജ്റിന്റെ സമയത്ത് സുബഹി നിസ്കാരത്തിന്റെ ശേഷവും സുബഹി നിസ്കാരത്തിന്റെ മുമ്പും ഫജ്റിന്റെ സമയത്തുള്ള ഖുർആൻ, ആ ഖുർആനോത്തിൽ എത്രയോ 10,000 മലക്കുകൾ സന്നിഹിതരാകുന്നു. മലക്കുകൾ ആ ഖുർആനോത്തിന് വേണ്ടി വരുന്നു. ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു ഹദീസിൽ സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി കാണാം. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് പറഞ്ഞ വാക്കുകൾ, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഊ رَنَا الْهُدَى بَعْدَ لَمَا فَقُلُوبُنَا به موقنات إنما قال وقعوا يبيت يدع في جنبه عن فراشه
വലൈസ ബിൽമുശ്രികീനൽ മവാജിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട്, റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് പാടുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹത്ത് പാടുകയാണ്. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു. വഫീനാ റസൂലുള്ളാഹി, ഞങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. യത്ലൂ കിതാബഹു ഇദൻ സഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ. പ്രഭാത സമയത്ത്, നേരം വെളുക്കാനാകുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചുകൊണ്ട്, ആ തഹജ്ജുദിന്റെ ശേഷവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും അല്ലാഹുവിന്റെ ഹബീബത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇദൻ സഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ ലമാ. ഞങ്ങളൊക്കെ അന്ധകാരത്തിലും ഇരുട്ടിലുമായതിന്റെ ശേഷം ഞങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്നമാ ഖാല വാഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ അവിടത്തെ വായുകൊണ്ട് പറഞ്ഞത് അത് മുഴുവനും ഇവിടെ സംഭവിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ചെറുപ്പക്കാര്, നിങ്ങൾ ചിന്തിക്കണം. ബിദഅത്തിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിന് പിന്നീട് വരാൻ പോകുന്ന ഗൈബിയായ കാര്യങ്ങൾ അറിയില്ലെന്ന് പറയുകയും ചെയ്യുന്ന ബിദഅത്തുകാരിവിടെയുണ്ട്. പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘം ആളുകൾ ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നു എന്ന് തോന്നുന്നു. ചില സ്ഥലത്തെല്ലാം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അവരെ ഗ്രന്ഥം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ റസൂലിന് വരാൻ പോകുന്ന കാര്യം അറിയില്ല എന്ന് സ്ഥിരപ്പെടുത്താനാണ് അവരെ സമയം മുഴുവനും അവർ ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നമാ ഖാല വാഖിഉ, ഉണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടാകുന്നതിന്റെ മുമ്പ് അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒറ്റ ഒന്നുപോലും ഉണ്ടാവാതെ ആയിട്ടില്ല. എല്ലാം അതുണ്ടാകും. അതിന് ഉദാഹരണമല്ലേ ലോകപ്രസിദ്ധമായ ബദർ യുദ്ധം. പരിശുദ്ധ റമളാൻ മാസത്തിന്റെ മഹത്വത്തിൽപ്പെട്ട ഒന്നാണ് ബദർ യുദ്ധമുണ്ടായത്. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹ്രി ഫീ ഹിമ്മത്തിൻ ബൈസാദത്തുൻ കുബറാ. സഹാബുൽ ബദർ, അല്ലാഹുവേ അവരുടെ ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാഹ്. അസ്ഹാബുൽ ബദർ ഹുമുർ റിജാലു ബലാ, അവർ പുരുഷന്മാരാണ്, അവർ വലിയ പർവ്വതങ്ങളാണ്. അവരുടെ മനക്കരുത്ത് കദ്ദഹ്രി, ഖിയാമത്തുനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളുടെയും മനക്കരുത്താണ്. അവരേറ്റവും വലിയ മനക്കരുത്തുള്ള പർവ്വത തുല്യരാണെന്ന് പറഞ്ഞ അസ്ഹാബുൽ ബദർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദർ യുദ്ധമുണ്ടായത് റമളാനിലാണല്ലോ. ഇസ്ലാമിന്റെ ഇസ്സത്ത് വന്നത് റമളാനിലാണല്ലോ. അങ്ങനെയുള്ള ബദർ യുദ്ധമുണ്ടായ റമളാൻ ആലോചിച്ചു നോക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഗത്ഭരായ സഹാബികളെ വളർത്തിയെടുത്ത് അവർക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തു. ബദർ യുദ്ധത്തിലതാ നടക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുന്ന് പറയുന്നു, ഹാദാ മസ്റഉ അബീ ജഹൽ
ഹാദാ മസ്റഉ ഉത്ബത, ഹാദാ മസ്റഉ സൈബത, ഹാദാ മസ്റഉ ഫുലാൻ വ ഫുലാൻ. ബദർ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, അബൂജഹൽ കൊല്ലപ്പെട്ട് വീഴുന്ന സ്ഥലം ഇന്നതാണ്, ഉത്ബത്ത് ചത്തു വീഴുന്ന സ്ഥലം ഇന്നതാണ്, ശൈബത്ത് ചത്തു വീഴുന്ന സ്ഥലം ഇന്നതാണ്. ഇന്ന പോക്കിരികള് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ ഇവിടെ വെച്ചക്കൂലെന്ന് പറഞ്ഞിട്ടുള്ള ഈ വലിയ വലിയ കൊലകൊമ്പന്മാരുടെ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അവർ കൊല്ലപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ഓരോരുത്തരും കൊല്ലപ്പെട്ടിട്ട് അവർ വീഴുന്ന സ്ഥലം ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നു, വലഖദ് റഅയ്തുഹും ഖർആ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ ഓരോരുത്തരും വീണു കിടക്കുന്നത് കണ്ടു. അതാ വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൽ ശഖ്ഖ മഅറൂഹുൻ മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനത്തുൻ അന്നമാ ഖാല വഖഉ. അവിടുന്ന് നേരത്തെ പറയുന്ന, മുൻകൂട്ടി പറയുന്ന എല്ലാം സംഭവിക്കും. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തഖലത് ബിൽ മുശ്രികീനൽ മവാജിഉ. മുശ്രികീങ്ങൾ രാത്രി കിടന്ന് നേരം വെളുക്കുന്നത് വരെ ഉറങ്ങി അവരെ ശരീരം അവിടുന്ന് പൊങ്ങാതെ കിടക്കുന്ന സമയം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുകയില്ല. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി. അല്പം ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ വിരുപ്പിൽ നിന്നവർ എഴുന്നേറ്റ് പോയി, അവിടുത്തെ ശരീരം നകർന്നുപോയി. ശരീരം കൊണ്ട് അവർ എഴുന്നേറ്റു തഹജ്ജുദ് നിസ്കരിക്കുന്നു, ധാരാളമായി ഖുർആൻ ഓതുന്നു, ധാരാളമായി തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആരാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റുപോലും സംഭവിച്ചിട്ടില്ലാത്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിര സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു, കണ്ണുനീര് വാർത്ത് കരയുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, സഹോദരങ്ങളോട് എല്ലാം പറയാനുള്ളത്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, പരിശുദ്ധ ഖുർആനിനെ ഓത്ത് വർദ്ധിപ്പിക്കുക. അതിന്റെ ക്ലാസുകളിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞ വ്യാഖ്യാനം മാത്രം പറഞ്ഞു തരുന്ന ക്ലാസുകളിൽ നിങ്ങൾ സംബന്ധിക്കുക. ഗീബത്ത്, നമീമത്ത്, ഫസാദ്, ഫിത്ന പറയുന്ന ക്ലാസുകളിൽ പോകാതിരിക്കുക. പരിശുദ്ധ ഖുർആനിന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തന്ന അതേ അർത്ഥം അതിന്റെ അങ്ങോട്ട് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഒരക്ഷരം പോലും പറയാൻ കഴിയില്ല, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, എത്രയെത്ര തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട് മഹാന്മാർ. മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കാണാം, 54 തഫ്സീർ മർക്കസു സഖാഫത്ത് സുന്നിയിലുണ്ട്. ഖുർആനിന്റെ തഫ്സീർ, സ്വീകാര്യോഗ്യമായ തഫ്സീറുകൾ 54 തഫ്സീർ ഉണ്ട്. ഇപ്പോഴും ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ നല്ലവർ എഴുതിയത് മുഴുവനും ഒരേ റൂട്ട്. തെറ്റിപ്പോയവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ റൂട്ട് മാറ്റി എഴുതുന്നു. യുമില്ലു ബിഹി കസീറൻ വയസ്ദി ബിഹി കസീറ. ആകാശത്തിൽ നിന്ന് മഴവെള്ളം വരുമ്പോൾ സർപ്പത്തിന്റെ വായിലേക്ക് വീണാൽ അത് വിഷമായി മാറുന്നു. അതേ വെള്ളം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നല്ല ദാഹം തീർക്കുന്ന, കുടിക്കാൻ പറ്റിയ വെള്ളമാകുന്നു. അതുപോലെ കടലിലെ ചിപ്പിലേക്ക് ആ വെള്ളം വീണാൽ അത് മുത്ത് ആയി മാറുന്നു. അങ്ങനെ ആകാശത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളം തന്നെ മുത്ത് ആയി മാറുകയും സാധാരണ വെള്ളമായി മാറുകയും
സാധാരണ നിന്ന് മാസമായി വിഷമായി മാറുകയും ചെയ്യുന്നത് ഒരു വെള്ളമാണ് എന്ന പോലെ പരിശുദ്ധ ഖുർആൻ അതിനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച്, അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചതനുസരിച്ച്, സഹാബത്തിന്റെയും താബിഈകളുടെയും അയിമ്മത്തുകളുടെയും മഹാന്മാരുടെയും വ്യാഖ്യാനം അനുസരിച്ച് മാത്രം പഠിക്കുന്ന മാർഗത്തിൽ നാം ഉറച്ചു നിന്നാൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ തീർച്ചയായും ആ ഖുർആൻ നമുക്ക് ഉപകരിക്കും, നമ്മുടെ ഈമാൻ വർദ്ധിക്കും. എല്ലാ നിലക്കും ഖുർആൻ വർദ്ധിക്കുന്നു തന്നെ. എല്ലാ നിലക്കും ഖുർആൻ കൊണ്ടുള്ള നേട്ടം വലിയ നേട്ടമാണ്. മരിച്ചോടത്തോതാനും ഖുർആൻ തന്നെ, അതിനും ഖുർആൻ തന്നെ. എന്താ നിനക്കൊരു സംശയം? ഖുർആൻ ചില സ്ഥലത്തൊക്കെ പടച്ചവനെ കാണാം, മരിച്ച വീട്ടിൽ 1000 ആളുകൾ ഒരുമിച്ച് കൂടി ഒരു യാസീൻ ഓതാൻ അങ്ങോട്ട് തുടങ്ങിയാൽ ഈ പുഴു അളക്കുന്നത് പോലെ അവിടുന്ന് ഒന്ന് ഇവിടുന്ന് 4, 5, 10 എണ്ണം എല്ലാം കൂടി അവിടുന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ കിബിറുകൾ നിൽക്കുന്നു. എന്തൊരു പ്രതിഷേധാന്നറിയോ? ഇഖ്റഉ അലാ മൗതാക്കും സൂറത്തെ യാസീൻ, മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്തോതണം എന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വേറെ ഒരു സാധാരണക്കാരൻ പഠിപ്പിച്ചതല്ല. മരിച്ചവരുടെ മേൽ നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം തിർമിദിയും അതുപോലെ അബൂദാവൂദും ഹാക്കിമും തബറാനിയും മറ്റ് പലതുകളും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ നിങ്ങൾ മരിച്ചവരുടെ മേൽ ഖുർആൻ ഓതണം, യാസീൻ ഓതണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം തന്റെ വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതി. മരിച്ച വീട്ടിൽ പോയിട്ട് ഖുർആനിന്റെ ഏതാനും ആയത്തുകൾ ഓതി. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഹംഹു. അബൂ സലമ ദാ മരിച്ചു കിടക്കുന്നു. അല്ലാഹ് ആ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണം, റഹ്മത്ത് ചെയ്യണം. ആ കൂട്ടത്തിൽ ദുആരക്കുന്നു, അബൂ സലമന്റെ ഭാര്യക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണം. മരിച്ച വീട്ടിൽ പോയി ദ്വാരക്കുമ്പോ, മയ്യത്തിനു വേണ്ടി ദ്വാരക്കുമ്പോൾ ആ കൂട്ടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളും ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവർക്ക് ബർക്കത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്ത കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅഖ്ലിഫ് അലാ അഹ്ലിഹി ഖൈറൻ മിൻഹു. അബൂ സലമത്തിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ നീ അബൂ സലമയുടെ ഭാര്യയായ ഉമ്മു സലമക്ക് കൊടുക്കണം അല്ലാഹ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത് കൊണ്ട് എനിക്ക് സംശയം ഇല്ല. എന്നാലും എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാളെ എനിക്ക് ദുനിയാവിൽ ആരെയും കാണാനില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ആ നബി തങ്ങളെ എനിക്ക് ഭർത്താവായി കിട്ടുമെന്ന് എനിക്കൊരു ഊഹവും ആഗ്രഹവും ഇല്ല, അങ്ങനെ ഒരു തോന്നൽ പോലുമില്ല. പിന്നെ ആരാണ് എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാള് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അല്പ ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഓർഡർ വരുന്നത്, അബൂ സലമത്തിനെ വിവാഹം ചെയ്യണം, അബൂ സലമത്തിന്റെ ഭാര്യ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യണം നബിയേ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യുന്നു. ഉമ്മു സലമ പറയുന്നു, അഖ്ലിഫ് അലാ അഹ്ലിഹി ഖൈറൻ മിൻഹു. അബൂ സലമത്തിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ ഈ പെണ്ണിന് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അബൂ സലമയേക്കാൾ ഖൈറാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്, സംശയമില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ അബൂ സലമത്ത് മരിച്ച ആ സമയത്ത് അവിടെ ചെന്ന് അല്ലാഹുവിന്റെ ഹബീബും സഹാബികളും ഖുർആൻ ഓതിയിട്ടുണ്ട്. അത് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ശുഹദാഉ ബദർ, ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശുഹദാഇന്റെ ഖബറിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഖുർആൻ ഓതുകയും ഓരോ കൊല്ലവും പൂർത്തിയാകുമ്പോൾ
ഓരോ കൊല്ലത്തിന്റെയും ആരംഭത്തിൽ അവിടെ ചെന്ന് സിയാറത്ത് നടത്തിയതായി ജാമിഉൽ കബീറിലും ജാമിഉൽ സഗീറിലും മറ്റ് ഹദീസുകളിലും ഇന്ന കിതാബുകളിലും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മറ്റവർക്ക് വേണ്ടി ഖുർആൻ ഓതണം. സൂറത്തുൽ മുൽക്ക് നിങ്ങൾ എല്ലാവരും പതിവാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന സൂറത്തുൽ മുൽക്ക് എല്ലാവരും പതിവാക്കണം. അങ്ങനെ പതിവാക്കിയാൽ ഖബറിന്റെ അദാബ് ഉണ്ടാവൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സൂറത്തുൽ മുൽക്ക് ഒരാൾ പതിവാക്കുന്ന പക്ഷം അവന് ഖബറിൽ ചോദ്യമില്ല, മലായിക്കത്ത് അവനെ ചോദിക്കുകയില്ല, അവന് ശിക്ഷയില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അതുപോലെ സൂറത്തുൽ വാഖിഅത്ത്, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറ, ആ സൂറത്ത് നിങ്ങൾ സാധാരണയായി ഓതിയാൽ കടം ഉണ്ടാവുകയില്ല, എല്ലാ കടവും പിടിക്കും. എന്നിട്ട് കടണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ആരക്കാണ് പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ കടം വീഴണമെങ്കിൽ സൂറത്തുൽ വാഖിഅ ഓതിക്കോ. സൂറത്തുൽ വാഖിഅ ഓതിയാൽ കടം വീടും, ഉറപ്പ്, യാതൊരു സംശയവുമില്ല. എല്ലാ കടവും വീടും. ദിവസം വാഖിഅ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. അങ്ങനെ ഖുർആനിന് പ്രത്യേകം ചില ഫായിദകളുണ്ട്. മൊത്തത്തിൽ ഫായിദയുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്തുകൾ ഓതി 2 കൈയിന്റെ അടിയിങ്ങനെ കൂട്ടിവെച്ച് ഫൂന്ന് പറഞ്ഞാൽ ഊതി ആ കൈകൊണ്ട് മുഖവും തലയും ശരീരം മുഴുക്കെ കൈ എത്തുന്ന എല്ലാ സ്ഥലവും തടകിക്കിടന്നാൽ നേരം വെളുക്കുന്നത് വരെ പിശാച് അവനെ തൊടുകയില്ല. ഖുർആനിന്റെ പവർ നോക്ക്. ഖുർആൻ ഓതിയ നാവ്, ആ നാവിൽ നിന്ന് പുറപ്പെട്ട കാറ്റ്, ആ കാറ്റ് തട്ടിയ കൈ, ആ കൈ തട്ടിയ സ്ഥലം 4ാമത്തെ ഡിഗ്രി ഇങ്ങെത്തിയിട്ട് അവിടെയും ശൈത്താന് വരാൻ പറ്റൂല, ശൈത്താന് തൊടാൻ പറ്റൂല. ഖുർആന്റെ പവർ അതാണ്. ശൈത്താന്മാരെ തടുക്കാനൊക്കെ ഖുർആൻ മതി, വേറെ ഒരു മണ്ണാങ്കട്ടയും വേണ്ട. കണ്ടില്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയി. നബി തങ്ങൾ ജിന്നുകളുമായി സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയും കൂട്ടിയിട്ട് പോയി. അബ്ദുല്ലാഹി മസ്ഊദ് കൂടെ ഉണ്ട്. കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, നീ അങ്ങോട്ട് വരണ്ട. പക്ഷെ ഇരിക്കുമ്പോ ജിന്നുകൾ വരും, കാഫറായ ജിന്നു വരും, നല്ല ഹലാക്കാക്കാൻ വരും. അതിനൊരു വഴി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലി അല്ലാഹുവിന്റെ റസൂൽ വട്ടത്തിൽ ഇങ്ങനെ ഒരു വരയെന്ന് വരച്ചു കൊടുത്തു. നീ ഇതിന്റെ നടുവിലിരുന്നോ, എന്നാൽ ഒരു ശൈത്താനും ഒരു ജിന്നും പിന്നെ ഇങ്ങോട്ട് വരൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളുമായി സംസാരിക്കുമ്പോൾ ഖുർആനിലുണ്ടല്ലോ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ സമീനാ ഖുർആനൻ അജബാ, ഞങ്ങൾ വലിയ അത്ഭുതമുള്ള ഖുർആൻ കേട്ടു എന്ന് ജിന്നുകൾ പറഞ്ഞതായ വിവരം ഖുർആനിലുണ്ട്. അങ്ങനെ ആ ജിന്നുകളുമായി നബി തങ്ങൾ സംസാരിക്കാൻ പോയി. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും പെടാത്ത കൊടിയ ഇഫ്രീത്ത് വലിയ പഹയന്മാര് അതാ വരുന്നു, നഖവും നീട്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പിടിച്ചു പറിക്കാൻ 4 ഭാഗത്തു നിന്നും വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വരച്ചു കൊടുത്ത വര അതിന്റെ അടുത്തെത്തിയാ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. കണ്ടോ, പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചികിത്സ ചെയ്തത് കണ്ടോ. അങ്ങനെ എത്ര സംഭവം. ഖുർആൻ എല്ലാത്തിനും മതി. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. പരമാവധി കുട്ടികളെ ഖുർആൻ ഓതാൻ നോക്കണം. യുവാക്കളൊക്കെ പഠിച്ച് മദ്രസയിൽ പഠിച്ച കാലത്ത്
പഠിച്ച് പിന്നെ മറന്നുപോയി. അങ്ങനെ പൂട്ടി വെക്കരുത്. നിങ്ങളെപ്പോഴും എടുത്ത് ഖുർആൻ പാരായണം ചെയ്യണം. ഇങ്ങനെ അർത്ഥം തിരിയാണ്ട് ഓതിയിട്ടെന്താന്ന് ചോദിച്ച് നിങ്ങളെ പറ്റിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് ഇവിടെ. ഓല് പറയുന്ന അർത്ഥം തിരിയാണ്ട് ഇങ്ങനെ ഓതിയിട്ടെന്താന്ന് ഓരോ ഒറ്റ അർത്ഥവും തിരിയണ്ട. അത് തിരിഞ്ഞാൽ നല്ലത് തന്നെ. തിരിയാനാണ് നമ്മളിവിടെ ക്ലാസ് വെക്കുന്നത്. ആ ക്ലാസ്സിലൊക്കെ കഴിയുന്നത് പങ്കെടുത്ത് അത് തിരിയാൻ നോക്കുക. അത് കുറഞ്ഞ തിരിയല്. തിരിഞ്ഞില്ലെങ്കിലും ഖുർആൻ എന്ന് പറയുന്നത് കലാമുല്ലാഹിൽ മുനസ്സലു അലാ അബ്ദിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി എന്നാണ് ഖുർആനിന്റെ നിർവചനം. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. അത് പാരായണം ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയത്തിലും എല്ലാം പോകുന്ന കുട്ടികൾ ഇപ്പം വീട്ടിൽ നിന്നൊക്കെ ഖുർആൻ ഓതൽ വളരെ കുറഞ്ഞുപോയി. അതുകൊണ്ട് രക്ഷിതാക്കളെ സ്കൂളിലത് വായിക്കുമ്പോൾ സ്കൂളിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് പഠിക്കുന്നതൊക്കെ വീട്ടിൽ വെച്ച് വായിക്കുമ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു കാമണിക്കൂറെങ്കിലും നമ്മളെ മക്കളെ കൊണ്ട് ഖുർആൻ തന്നെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓർക്കാണ് എൻ്റെ ഉമ്മ വലിയ ഖുർആൻ എഴുതുന്ന ഉമ്മയായിരുന്നു. എൻ്റെ ഉമ്മന്റെ ബാപ്പ കുട്ടൂഷ മൊല്ല എന്നാണ് അന്ന് വിളിക്കല് വലിയ ഖുർആൻ പഠിപ്പിക്കുന്നവർക്ക്. എൻ്റെ ഉമ്മന്റെ ബാപ്പ വലിയ കാരി ആയിരുന്നു. ഖുർആൻ കാണാതെ പഠിച്ച ആളായിരുന്നു. ധാരാളം കുട്ടികൾക്ക് ഖുർആൻ തജ്വീദോടുകൂടി പഠിപ്പിക്കുന്ന ആളായിരുന്നു. ആ ബാപ്പയിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച ഉമ്മ എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് ഹർഫിന്റെ മഖ്റജ് പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അൽഹാഖുമു തകാസുർ എന്നൊക്കെ ഓടിപ്പോയും ചെറിയ കുട്ടിയാവുമ്പോ അപ്പോ ഇങ്ങനെ കൂട്ടി എന്ന് പറയുന്ന അക്ഷരം, അതിന്റെ മഖ്റജ്, ഓരോ ഹർഫിന്റെയും മഖ്റജ് എന്റെ ഉമ്മ എന്റെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ചു എന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അല്ലാഹു തആല ആ ഉമ്മയുടെയും നമ്മുടെ പിതാവിന്റെയും നമ്മുടെ എല്ലാ മാതാപിതാക്കളുടെയും മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഹയാത്തുള്ളവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ വീട്ടിൽ വെച്ച് ഒരല്പസമയമെങ്കിലും ഖുർആൻ പഠിപ്പിക്കാനും ഓതാനും നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾക്കും അതിനൊരു സമയമുണ്ടാകും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങളെല്ലാവരും നമ്മുടെ ദീനീ പ്രവർത്തന രംഗത്ത് സജീവമായി സഹായിക്കണം. കൊല്ലത്തും വരുമ്പോ ഓരോ പിരിവിലാണ് ഇങ്ങനെ നടക്കുന്നത്. ദുനിയാവില് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ആരെങ്കിലും നിർത്തിയോ? മരിക്കുന്നവരെ ഭക്ഷണം കഴിക്കൽ തന്നെയല്ലേ? അതുപോലെ ഇത് നമ്മളെ ഭക്ഷണമാണ്, ആത്മീയമായ ഭക്ഷണമാണ്. കൊണ്ടോത്തി ഈ ഫത്ഹ് അല്ലേ, പള്ളിക്ക് പേരന്ന് നമുക്ക് അങ്ങനെ ഇടാൻ തോന്നിയത് എത്ര വലിയ ഭാഗ്യം. അതോടുകൂടി ഒരുപാട് ഫത്ഹായില്ലേ നമുക്കിവിടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഫത്ഹ് ധാരാളമായില്ലേ, ഇനിയും ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പള്ളിയിൽ സ്ഥലം പോരാ, സൗകര്യം പോരാ എന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്ത് ചെയ്യാനാ? വേറെ പള്ളി ഉണ്ടാക്കല്ലാതെ ഇപ്പൊ ഇവിടെ ഇനി വേറെ ഈ പള്ളി വലുതാക്കാൻ സൗകര്യമില്ല. എങ്കിലും ഉള്ള സൗകര്യം ചെയ്ത് ആ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഈ വളരെ വൃത്തികേട് നീക്കാനും പോകാത്ത നിരക്കുള്ള ചെറിയ ഒരു ബാത്റൂമും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊന്ന് അവിടുന്ന് പൊളിച്ചു മാറ്റണം. വേറെ സ്ഥലത്ത് ഉണ്ടാക്കണം, നല്ല വിശാലമാക്കണം, വൃത്തിയാക്കണം. അതിലൊക്കെ നിങ്ങളങ്ങോട്ട് ഉത്സാഹിച്ചാൽ ഉരു കിട്ടും. പള്ളിക്ക് സംഭാവന ചെയ്യുമ്പോൾ തന്നെ പള്ളിയിൽ വരുന്നവർക്ക് ശുദ്ധിയാക്കാനുള്ള കാര്യങ്ങൾക്ക് സംഭാവന ചെയ്താലും പ്രതിഫലം കിട്ടും. നിങ്ങൾ ചോദിച്ചു നോക്കിടാ, സുലൈമാൻ ഉസ്താദിനോട് ഇവനോടൊക്കെ ചോദിച്ചു നോക്ക്. സഹീഹുൽ ബുഖാരിയിലും എന്ന് വേണ്ട കുട്ടികളെ വന്ന് മിസ്കാത്തിലൊക്കെ കിതാബു സ്വലാത്തി, നിസ്കാരത്തിന്റെ കിതാബ് തുടങ്ങിയിട്ട് പിന്നെ ബാബു ആദാബുൽ ഖലാഇ, കക്കൂത്ത് പോകുന്ന മര്യാദകൾ എന്ന് പറയുന്ന ബാബ ഇല്ലാതെ തന്നെ തുടങ്ങുക. അപ്പോ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ആദാബുൽ ഖലാഇ വേണം, അതിലുള്ള ആദാബുകൾ പാലിക്കണം എന്നത് ശറഇന്റെ ഒരു നിബന്ധനയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം എന്ന്